തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് LDF സ്ഥാനാർത്ഥികൾ. അതേസമയം തർക്കം തീരാതെ UDFും NDAയും. വിവരങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, ഏതായാലും LDFിനെ സംബന്ധിച്ച് പ്രചാരണം കൂടുതൽ സുഗമവും ലളിതവുമാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് LDF സ്ഥാനാർത്ഥികൾ വീട് വീടാന്തരം കയറിയിറങ്ങുന്നത്. വല്ലാത്ത പ്രതിസന്ധിയിലാണ് UDFും അതോടൊപ്പം തന്നെ NDAയും. UDFിനെ അലട്ടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ വയനാട് ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പടക്കമുള്ള വിഷയങ്ങൾ, കോൺഗ്രസിലെ തർക്കങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം, NDAയിലും സമാനമായ 2-3 ആത്മഹത്യകൾ, ഒപ്പം തന്നെ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ്, ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നത്? സിജു, LDFിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFിനുള്ളത്. അല്ലെങ്കിൽ ആ നിലയിൽ അത്തരം ഒരു സാഹചര്യത്തിലാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്വാഭാവികമായും വലിയ നിലയിൽ നമുക്ക് വീടുകളിൽ ചെന്ന് പറയാൻ കഴിയുന്ന നിലയിലേക്ക് ഈ വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രധാനമായും വീടുകളിലും ആളുകളോടും LDF സ്ഥാനാർത്ഥികളെല്ലാം പറയുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വിവാദ വിഷയത്തിൽ മറുപടി പറയേണ്ട സാഹചര്യം നിലവിൽ CPMനോ അതുപോലെ തന്നെ LDFിനോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നിലയിൽ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ LDF സ്ഥാനാർത്ഥികൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് സാഹചര്യം. ആദ്യഘട്ട പ്രചരണം, അതായത് ഈ ഭവന സന്ദർശനങ്ങൾ ഉൾപ്പെടെ നേരിട്ട് ആളുകളെ സന്ദർശിച്ച് വോട്ട് തേടുന്ന പ്രവർത്തനങ്ങൾ ഒരു ഘട്ടം പൂർത്തിയാക്കി ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കടന്നു കഴിഞ്ഞു. വലിയ സ്വീകരണം അല്ലെങ്കിൽ വലിയ ഒരു പ്രതികരണം, അനുകൂലമായ ഒരു പ്രതികരണം വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം LDFിന്റെ സ്ഥാനാർത്ഥികൾ നമ്മോട് പങ്കുവെക്കുന്ന കാര്യം. എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സിജു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ NDAയും UDFും വലിയ നിലയിൽ ഒരു പരുങ്ങലിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വലിയ നിലയിൽ സ്ഥാനാർത്ഥികൾക്ക് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി പറയേണ്ട സാഹചര്യമുണ്ട്. ആളുകളെ ചെന്ന് കാണുമ്പോൾ, വീടുകളിൽ ചെന്ന് കയറുമ്പോഴെല്ലാം ആളുകൾ, വോട്ടർമാർ ഈ ചോദ്യങ്ങൾ UDFിന്റെ സ്ഥാനാർത്ഥികളോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ UDFിന്റെ സ്ഥാനാർത്ഥികൾക്കുള്ളത്. NDAയുടെ കാര്യമാണെങ്കിലും BJPയുമായി ബന്ധപ്പെട്ട് നിരവധി ആത്മഹത്യകൾ, പ്രവർത്തകരെല്ലാം തന്നെ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് BJP നേതാക്കളുടെ ചില തട്ടിപ്പുകളുടെ ഭാഗമായി സാമ്പത്തിക കടക്കണിയിൽ പെട്ടുകൊണ്ടുള്ള ആത്മഹത്യയുണ്ട്. അതോടൊപ്പം സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള ആത്മഹത്യകളുണ്ട്. അത്തരത്തിൽ ഈ ആത്മഹത്യകൾക്കെല്ലാം മറുപടി പറയുക എന്നുള്ളതാണ് NDAയുടെ സ്ഥാനാർത്ഥികൾ, BJPയുടെ സ്ഥാനാർത്ഥികൾ പ്രധാനമായും നേരിടുന്ന ഒരു പ്രതിസന്ധി. ആ നിലയിൽ ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് വേണം ഈ UDFിന്റെയും NDAയുടെയും മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതേസമയം വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് LDFിനുള്ളത്. അത് വോട്ടായി മാറും എന്ന പ്രതീക്ഷ തന്നെയാണ് LDFിന്റെ സ്ഥാനാർത്ഥികളും വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ മുന്നേറ്റം പ്രചരണ രംഗത്ത് ഉൾപ്പെടെ നടത്താൻ LDFിന്റെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിജു.